പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ വീടെടുത്തോ എന്നാൽ അടുത്തല്ലേ അപ്പോൾ അത്രയും നല്ല ഐക്യത്തോടുകൂടി താമസിക്കുക അച്ഛനും നമുക്ക് അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു. നമ്മൾ കുഴപ്പമില്ല, അച്ഛനമ്മയും പറയുന്നില്ല, അവർക്ക് എതിരായിട്ട് നിൽക്കണ്ട, അവിടെ തന്നെ കുറ്റി അടിച്ചോ എന്ന് പറഞ്ഞു. കുറ്റി അടിച്ചു. പിന്നെ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യുന്ന ദിവസം ഞാൻ വന്നു. ഞാൻ വൈഫിൻ്റെ പേരിൽ ഫാദറിലോ വൈഫിൻ്റെ സ്ഥലത്താണല്ലോ രജിസ്റ്റർ ചെയ്തു. ബ്രദറിൻ്റെ അവർ രജിസ്റ്റർ ചെയ്തു. 2003 പിന്നെ വീട് പണിയെടുത്തു. അപ്പം വീട് പണിയെടുപ്പിക്കാൻ ഒരു അജി എന്ന് പറഞ്ഞ ഒരു പ്ലാന് വരക്കുന്ന ആളാണ് എൻ്റെ ബ്രദറിലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനൊന്നും ഇടപെട്ടില്ല. ഇവർക്കുള്ള ഞാൻ പൈസ അപ്പോൾ എൻ്റെ ഒരു നൈബറുണ്ട്, അവർ കൂടെ വന്നിട്ടുണ്ട്, ഒരു ബാങ്ക് മാനേജറാണ്. അവർ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തി തന്ന ബ്രദറിൽ എന്നോട് പൈസ അയക്കുന്ന ഇവർ സ്കൂളിൻ്റെ അടുത്ത ബ്രാഞ്ചിലാണ് ഒരു മാനേജറായിട്ട്. ഓരോ വീട്ടിൽ കൊണ്ടു കൊടുത്തോളൂ, എന്നെ ടീച്ചർ ബുദ്ധിമുട്ടിയിട്ട് വന്ന് വാങ്ങിക്കണ്ട എന്നുള്ള രൂപത്തിൽ അവരൊക്കെ ചെക്ക് ഞാൻ ഒപ്പിട്ട് വൈഫിൻ്റെ ഞാൻ അയച്ചു കൊടുത്തത്. ഞാൻ വൈഫ് ചെക്ക് ഒപ്പിട്ടിട്ട് ഓർ കൊടുത്തിട്ട് ഓറാണ് പലതവണയായിട്ട് വീട്ടിൽ പൈസ കൊണ്ടു കൊടുക്കാറും ഞാനും അയക്കും. അങ്ങനെ നല്ലൊരു വീട്, ഒരു ഏകദേശം എൻ്റെ ഒരു കഴിവിനനുസരിച്ചൊരു വീടെടുത്തു. ഈ ജോയിൻ്റ് ഫാമിലി കംപ്ലീറ്റ്, ഭാര്യൻ്റെ അച്ഛൻ, ഭാര്യൻ്റെ അമ്മ, അനിയത്തിമാരെ, ഭാര്യൻ്റെ ആങ്ങള, ഇവരൊക്കെ ഇവിടെ തന്നെയായിരുന്നു താമസം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പണിയെടുത്ത് ആണ് ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീയാകൊണ്ടുള്ള വിശ്വാസമാണ് മെയിനിൽ. പിന്നെ ഭാര്യ നൈബറായ ഒരു അച്ഛനുണ്ട്, അവരെന്നോട് പറഞ്ഞു ഇത് തെറ്റാന്നേ, ഇവർ ഈ അജിയൻ്റെ പോക്ക് വല്ലാണ്ട്. അപ്പം ഞാൻ അന്ന് തൊട്ട് പറഞ്ഞു, ഇനി ഈ വീട്ടിൽ നാട്ടിൽ ഞാനുണ്ടെങ്കിൽ ഇവൻ ഈ വീട്ടിൽ വരാൻ പാടില്ല. ഇവൻ്റെ പണി കഴിഞ്ഞു 2003 ഇവനായിട്ടൊരു ബന്ധം ഇനി വീട്ടിൽ പാടില്ല. എന്തുകൊണ്ടാണ്? ആങ്ങളാറുണ്ട്, ഞാനുണ്ട്, അല്ല എൻ്റെ ബ്രദേഴ്സുണ്ട്, അവരോട് വിളിച്ച് പറയും മതിയെന്ന് പറഞ്ഞു. ഫാദറിലോണ്ട് ഞാൻ പറഞ്ഞു, ഫാദറിലോ പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു വോയിസല്ലോ ഞാൻ പറയുന്ന പോലെ കേൾക്കുമല്ലോ, ഇനി വന്നാലേ എനിക്കൊന്നും കിട്ടുള്ളൂ എന്ന് ഫാദറിൽ പറയുകയും ചെയ്തു. അങ്ങനെ 2007 അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നെയും ഗൾഫ് തിരിച്ചു പോയി. 2010 രണ്ടാമത്തെ അറ്റാക്ക് വന്നാൽ എന്നോട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യരുത്, തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് ഞാൻ 2-3 മാസം റെസ്റ്റ് എടുത്തു. ഞാൻ വിചാരിച്ചു ഇവൻ വീട്ടിൽ വരുന്നില്ല എന്നുള്ള രൂപത്തിലാണ്. അപ്പം മകൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രകാരം ഒരു ഇൻ്റർനെറ്റ് കഫേ എന്നും പറഞ്ഞിട്ട് എന്നോട് പൈസക്ക് വെച്ചിന് പൈസ ഞാൻ മകനെ അയച്ചു കൊടുത്തിട്ട് ഒരു കഫേ ഈ കൈനാട്ടി ഇവൻ്റെ ഷോപ്പുണ്ട് പ്ലാൻ വരയ്ക്കുന്ന എൻ്റെ തൊട്ടപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കാനില്ല. അപ്പം ഞാൻ തന്നെ പറഞ്ഞു വന്ന വീട്ടിൽ, എൻ്റെ വീട്ടിലാണ് അനിയത്തി ഭർത്താവ്, എൻ്റെ സുഖമില്ല, കോമയല്ല, സംസാരിക്കാനൊന്നും പറ്റാത്തത് അനിയത്തിൻ്റെ ഭർത്താവ്, ഭാര്യൻ്റെ അളിയ ഒരു വിജയൻ എന്ന് പറഞ്ഞ ഉണ്ട്, എൻ്റെ മകനും ഉണ്ട്. ഇവരൊന്നും പ്രതികരിക്കുന്നില്ല. ഇവൻ വന്നിട്ട് ഇങ്ങനെ പിടിവലി ഇപ്പൊ അഭിനയാണോ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മകൻ 21 വയസ്സുണ്ട്, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കണം. അപ്പം അവൻ വന്ന കാരണം എന്തെന്നാന്ന് വെച്ചാല് ഈ ഞാൻ പറഞ്ഞൊരു കഫേ ഇല്ലേ, കഫേയിൽ അവനൊരു റൂം ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവൻ പ്ലാൻ വരയ്ക്കുന്ന അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ എടുക്കണം, ഇവൻ ഇതെല്ലാം കൈക്കലാക്കണം എന്നുള്ള രൂപത്തില്ല. ഞാൻ ഗൾഫ് പോകുന്നുള്ള രൂപ ഇവർക്കുണ്ടായത്. രണ്ടാമത് ഞാൻ ഗൾഫ് തിരിച്ചു പോകും എന്നുള്ളൊരു ഇത് വന്നു. അപ്പം ഈ ഷോപ്പ് ഇവന് നടത്താം, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാന്നുള്ള ഇവനാണ് എല്ലാം വഹിക്കുന്നത്. അതെല്ലാം പിന്നെ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൻ്റെ താക്കോലിന് വേണ്ടിയിട്ടാണ് ഇവൻ അന്നേരം വീട്ടിൽ വന്നിരിക്കുന്നത്, ഈ ഷോപ്പിൻ്റെ താക്കോലിന്. അപ്പം മകൻ പറഞ്ഞ എൻ്റെ അച്ഛൻ നാട്ടിലുണ്ട്, അച്ഛനാണിത്, അച്ഛൻ പറയാൻ ഞാൻ തരൂല എന്ന് പറഞ്ഞു. അച്ഛനല്ല, എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ കരാറ്, താക്കോൽ തന്നെ വെച്ചു. ബാലകൃഷ്ണട്ട് ഒന്നും വരണം, എനിക്ക് ഇവിടെ ആരുമില്ല, എൻ്റെ മോനെ ഇവർ തല്ലാൻ നോക്കുന്നത്, എനിക്ക് എന്തെന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരുമില്ല, എൻ്റെ അങ്ങൊന്നും പറയാനും പറ്റില്ല, പെട്ടെന്നില്ല. അപ്പോൾ ഓർ ആദ്യം വെച്ച കുടുംബ പ്രശ്നമായിട്ടല്ല വന്നില്ല. ഒരു അരമണിക്കൂർ ഞാൻ പിന്നെയും ഒന്ന് വിളിച്ചാൽ ഓർവേം വന്നു. ഓർ വരുമ്പോൾ ഇവനിങ്ങനെ വാതിക്കൽ നിന്നതിന് അന്യമകനും തല്ലേണ്ട പരിപാടി തന്നെ ഭയങ്കര സ്ട്രോങ്ങിൽ. അപ്പോൾ ഓർ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. നീ വെള്ളം അടിച്ചോ? ആ വെള്ളം അടിച്ചാൽ വെള്ളം അടിച്ചാലോടെ ഇപ്പോൾ സംസാരിക്കുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഓർ പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭീഷണിയായിരിക്കുമല്ലോ, നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ പുറത്ത്. അപ്പോൾ ഓർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, വടകര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. അപ്പോൾ ഞാനും മകനും കാറുണ്ടായിരുന്നു, ഇവരെയും കൂട്ടി ഞങ്ങൾ വടകര പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പം ഞാൻ നേരെ വേറൊരു ബ്രദർ ഉണ്ടല്ലോ, അവൻ കോഴിക്കോട്ടാണ്, അവനെ വിളിച്ച് പറഞ്ഞു ബ്രദർ ഉണ്ട്, പുള്ളി ഒരു സാമൂഹ്യ പ്രവർത്തനം, ഒരു കാര്യമായ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയാണ്. അപ്പം പുള്ളിയോട് വിളിച്ച് പറഞ്ഞാലും പറഞ്ഞു സോമട്ട് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഞാൻ എത്തും, കംപ്ലയിൻറ്റ് കൊടുത്തു പറഞ്ഞു. അപ്പോൾ SI പറഞ്ഞു നിങ്ങൾ ഇത് താന്ന് പറഞ്ഞു കംപ്ലയിൻറ്റ് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു. കംപ്ലയിൻറ്റ് കൊടുത്തേരാം SI ഇവനെ വിളിച്ചു, ഈ അജിയനെ. അപ്പം എന്നോട് പറഞ്ഞു 9 മണി വരെ നിങ്ങൾ കാത്തു നിൽക്കുക, എന്നോടും മകനോടും ഈ ബാലകൃഷ്ണനോടും കാത്തുക്കാൻ പറയും, ബാലകൃഷ്ണൻ നമ്പ്യാരോട്.